ഹായ് എവരിവൺ, വെൽക്കം ടു എച്ച് വേൾഡ് ക്ലാസ്സസ്. നമ്മളിന്ന് സോഷ്യൽ വർക്ക് റിസർച്ച് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർത്ത് മൊഡ്യൂളിലെ ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് നമുക്ക് സോഷ്യൽ വർക്ക് റിസർച്ച്? നമ്മൾ പ്രൈമറി മെത്തേഡ്സ് പറഞ്ഞു, സെക്കൻഡറി മെത്തേഡ്സിൽ വരുന്നതാണ് സോഷ്യൽ ആക്ഷനും സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനും സോഷ്യൽ വർക്ക് റിസർച്ചും. ഇത് മൂന്നും സെക്കൻഡറി മെത്തേഡ്സ് ആണ്. അതിൽ സോഷ്യൽ വർക്ക് റിസർച്ചിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഇഷ്യൂസ് ലൈക്ക് ഡൊമസ്റ്റിക് വയലൻസ്, ചൈൽഡ് അബ്യൂസ്, മൈഗ്രൻ്റ് ലേബർ എക്സെട്ര. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് this problem, we must have scientific and systematic method to find out their various causes and solutions. നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറേ സോഷ്യൽ പ്രോബ്ലംസ് ആണല്ലേ, ഡൊമസ്റ്റിക് വയലൻസ്, ചൈൽഡ് അബ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഈ പ്രോബ്ലംസ്. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ടൊരു അണ്ടർസ്റ്റാൻഡ് ഒരു അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിൽ കുറേ കാര്യങ്ങൾ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഈ പ്രോബ്ലം വന്നു, ഇനി അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് ചുമ്മാ ഒരു ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ മാത്രം നമുക്കിത് ചെയ്താൽ കറക്റ്റ് ആവത്തില്ലല്ലേ. അപ്പോൾ അതിന് ആപ്റ്റായിട്ട് അത് എങ്ങനെ സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഒരു സ്റ്റഡി നടത്തിക്കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തണം, അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണം. അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒരു റിസർച്ച് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ വർക്ക് റിസർച്ച് ട്രൈ ടു അനലൈസ് ദ കോസസ് ബിഹൈൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ഹെൽപ്പ് ദ പ്രൊഫഷണൽ ടു സോൾവ് ദ പ്രോബ്ലം. റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഏരിയാസിലും ഏത് മേഖലകളിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് നടത്താം. ഗവേഷണം നടത്തുക എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫീൽഡിൽ നടത്താം, ഹെൽത്ത് ഫീൽഡിൽ നടക്കാം. അങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് റിസർച്ച് നടത്താം. ഇനി നമുക്ക് പഠിക്കാനുള്ള സോഷ്യൽ വർക്കിൽ റിസർച്ചിൻ്റെ പ്രസക്തിയാണ്. അപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് വരുന്നുണ്ട്? സോഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക, അതിനെക്കുറിച്ചുള്ള ഒരു ഗവേഷണം നടത്തുക അല്ലെങ്കിൽ റിസർച്ച് നടത്തുക എന്നുള്ളതാണ് എന്ത് സോഷ്യൽ വർക്ക് റിസർച്ച് കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ ഈ സൊസൈറ്റിയിൽ വരുന്ന ഈ സോഷ്യൽ പ്രോബ്ലംസിൻ്റെ കാരണങ്ങൾ എന്താണ്, എന്തുകൊണ്ട് ഇങ്ങനെ പ്രോബ്ലം വരുന്നു, ചൈൽഡ് ലേബർ കൂടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമുക്ക് ഒരു സോഷ്യൽ വർക്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സ്റ്റഡി നടത്തി അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് മെത്തേഡ്സുകൾ ഉപയോഗിച്ചാൽ മാത്രമേ ഇതിനുള്ള റീസൺസ് കണ്ടെത്താനും അതുപോലെ അതിനുള്ള സൊല്യൂഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇനി അതുപോലെ ആൻഡ് ഹെൽപ്പ് ദ പ്രൊഫഷണൽ ടു സോൾവ് ദ പ്രോബ്ലംസ്. അതുപോലെ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് പ്രൊഫഷണലിനെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത്. Social work research is a systematic approach to assess the effectiveness of social work intervention. Social work research എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. എന്തൊക്കെയാണ്? സോഷ്യൽ വർക്ക് ഇൻ്റർവെൻഷൻ, സോഷ്യൽ വർക്കിലൂടെ നമ്മൾ കണ്ടെത്തുന്ന പുതിയ ഇൻ്റർവെൻഷൻസ്, ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ച് കൂടെയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂസ് കണ്ടെത്തി, അപ്പോൾ അതിൻ്റെ കോസസ് കാരണങ്ങളെല്ലാം കണ്ടെത്തി അതിനൊരു സൊല്യൂഷൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രപ്പോസ് ചെയ്തു. ഇനി അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെക്കുറിച്ചൊരു പഠനം നടത്തണം അല്ലെങ്കിൽ ഒരു ഗവേഷണം നടത്തിയാൽ മാത്രമേ അത് സക്സസ് ആണോ അല്ലെങ്കിൽ അതിൽ എത്രത്തോളം ഫെയിലിയർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാവത്തുള്ളൂ. ദേ മേ ബി ഡൺ ബൈ ആൻ ഇവാലുവേഷൻ ഓഫ് ദ സിറ്റുവേഷൻ പ്രയർ ടു ആൻഡ് ആഫ്റ്റർ ദ ഇൻ്റർവെൻഷൻ. ഇത് സക്സസ് ആണോ എന്ന് അറിയണമെങ്കിൽ അതെന്ത് ചെയ്യണം? ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ ആ ഇൻ്റർവെൻഷൻ എത്രത്തോളം ആ സിറ്റുവേഷനിൽ വെച്ച് അതിനെ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ അത് എത്രത്തോളം സക്സസ് ആണെന്ന് തിരിച്ചറിയാൻ കഴിയൂ. The social work research is the systematic and scientific inquiry of a social phenomenon or a social problem. Social work research എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആണ്, സയൻറ്റിഫിക് എൻക്വയറി, സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതാണ്. എന്തിനെക്കുറിച്ചൊക്കെ ആവാം? ഒരു സോഷ്യൽ ഫിനോമിന ആകാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രോബ്ലം ആകാം. ദിസ് വിൽ ഹെൽപ്പ് ടു ഫൈൻഡ് ഔട്ട് ദ റിയൽ പ്രോബ്ലം ആൻഡ് ടു ഫോർമുലേറ്റ് സ്പെസിഫിക് ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ് ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. ഇങ്ങനെ റിസർച്ച് നടത്തുന്നതിലൂടെ റിയൽ പ്രോബ്ലംസ് എന്താണ് എന്നുള്ള, ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നതിൻ്റെ കാരണം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ സയൻറ്റിഫിക്കായിട്ട് അതിന് സ്പെസിഫിക് ഒരു ഇൻ്റർവെൻഷൻ, ഒരു ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് കണ്ടെത്തി ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും സഹായിക്കും. Social work research is different from social science research because it is basically an action-oriented research which supports the problem-solving process. Social work research tries to say how things happen. It helps to collect necessary fact which will direct towards solutions.
സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിൽ നടത്തുന്ന റിസർച്ചിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇത് ബേസിക്കലി ഈ സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്ന ആക്ഷൻ ഓറിയൻറ്റഡ് റിസർച്ചാണിത്. നമ്മൾ കണ്ടെത്തുന്ന സൊല്യൂഷൻസിനെ അവിടെ എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് റിസർച്ചാണ്. സോ ഇത് പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് മെത്തേഡ് ഹാവ് അനദർ ക്ലാസിഫിക്കേഷൻ. സോ സോഷ്യൽ വർക്ക് മെത്തേഡ്സിനെ നമുക്ക് വേറെ രീതിയിലും ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അത് മറ്റ് അപ്രോച്ച് എന്നുള്ള രീതിയിൽ സയൻറ്റിഫിക് അപ്രോച്ച് സോഷ്യൽ വർക്കിലുള്ള ഒരു അപ്രോച്ച് എന്ന രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് മൈക്രോ, മെസോ ആൻഡ് മാക്രോ. സോ 3 ലെവലിൽ എന്ത് ചെയ്യാം, സോഷ്യൽ വർക്ക് മെത്തേഡ്സ് നോക്കാം. സോ സോഷ്യൽ വർക്ക് മെത്തേഡ്സിൻ്റെ അല്ലെങ്കിൽ അപ്രോച്ചസ് ആണ് മൈക്രോ, മെസോ ആൻഡ് മാക്രോ എന്ന് പറയുന്നത്. മൈക്രോ എന്ന് പറയുന്നത് ഡീലിംഗ് ദ പ്രോബ്ലംസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലി. സോ ഇൻഡിവിജ്വൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ പ്രോബ്ലംസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ സോഷ്യൽ വർക്ക് മെത്തേഡ്സിന് നമ്മൾ മൈക്രോ എന്ന് പറയും, മൈക്രോ മെത്തേഡ്സ് എന്ന് പറയും. സോ അപ്പോൾ നമുക്ക് സോഷ്യൽ കേസ് വർക്ക് പ്രൈമറി മെത്തേഡിലെ കേസ് വർക്കിന് എന്തെന്ന് പറയാം, നമുക്ക് ഇതൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് കൊടുക്കുന്നതാണല്ലേ, സോ അങ്ങനെ പറയാം. സോ മെസ്സോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വരും, ഡീലിംഗ് ദ പ്രോബ്ലം ഓഫ് എ ഗ്രൂപ്പ്. അതിലൊരു ഗ്രൂപ്പിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കുകയും അതിനുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ മെസ്സോ ലെവൽ എന്ന് പറയും. സോ അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിനെ നമുക്ക് മെസ്സോ ലെവലിലുള്ളതാണെന്ന് പറയാം. ഇനി അടുത്ത മാക്രോ മീൻസ് ഡീലിംഗ് ദ പ്രോബ്ലം ഓഫ് കമ്മ്യൂണിറ്റി. സോ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് അല്ലെ പ്രൈമറി മെത്തേഡിലെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഏത് ലെവലിൽ വരും, അത് മാക്രോ ലെവലിൽ വരുന്നതാണ്. സോ അപ്പം സോഷ്യൽ വർക്കിലെ മെത്തേഡ്സിനെ നമുക്ക് മൈക്രോ, മെസ്സോ ആൻഡ് മാക്രോ ലെവലിൽ ക്ലാസിഫൈ ചെയ്യും. മൈക്രോ ആകുമ്പോൾ ഫാമിലി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്ത് സോഷ്യൽ കേസ് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാം. മെസ്സോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പിൻ്റെ പ്രോബ്ലത്തിന് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ മെസ്സോ എന്ന് പറയുമ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന് കണക്ട് ചെയ്യാം. മാക്രോ എന്ന് പറയുമ്പം കുറച്ചുകൂടെ വലുത്, സോ കമ്മ്യൂണിറ്റി പ്രോബ്ലംസ്, സോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസിനെ കുറിച്ചൊക്കെ ആണ് മാക്രോ ലെവലിൽ ഡീൽ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇസ് ഗോൾ ഓഫ് സോഷ്യൽ വർക്ക് റിസർച്ച്. സോഷ്യൽ വർക്ക് റിസർച്ചിൻ്റെ ഗോൾ എന്ന് പറയുമ്പം സോഷ്യൽ വർക്ക് ഇസ് ആൻ ആക്ഷൻ ഓറിയൻറ്റഡ് പ്രൊഫഷൻ. സോ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് പ്രൊഫഷനാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യൽ വർക്ക് റിസർച്ച് ഇസ് ടു സെർച്ച് ഫോർ ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻ റേസ്ഡ് റിഗാർഡിംഗ് ഇൻ്റർവെൻഷൻസ് ഓർ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ്. സോ സോഷ്യൽ വർക്ക് റിസർച്ചിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെൻഷൻസിൽ റൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിനുള്ള ആൻസേഴ്സ് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക, ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം എഫക്റ്റീവാണ്, ആ ഒരു സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ അത് എത്രത്തോളം എഫക്റ്റീവാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഒരു സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് സോഷ്യൽ വർക്ക് റിസർച്ച് അറ്റംപ്റ്റ് ടു പ്രൊവൈഡ് നോളജ് അബൌട്ട് വാട്ട് ഇൻ്റർവെൻഷൻസ് ഓർ ട്രീറ്റ്മെൻറ്റ് റിയലി ഹെൽപ്പ് ഫോർ ഹിൻഡർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക് ഗോൾ. സോ അതല്ലെങ്കിൽ നമുക്ക് പറയാമല്ലേ, സോഷ്യൽ വർക്ക് റിസർച്ച് എന്താണ് ട്രൈ ചെയ്യുന്നത്, പുതിയ ഇൻ്റർവെൻഷൻസ്, നമ്മളിപ്പോൾ ഒരു പ്രോബ്ലത്തിന് കണ്ടെത്തിയ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് അത് കറക്റ്റ് ആ ഒരു ഗോള് അറ്റൈൻ ചെയ്യാൻ അതിന് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ, അതിൻ്റെ എഫക്റ്റീവ്നെസ് ഒക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ സോഷ്യൽ വർക്ക് റിസർച്ച് നടത്തുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ സെർച്ചിങ് ഫോർ ആൻസർ ടു പ്രോബ്ലംസ് ഓർ ഡിഫിക്കൽറ്റി ഫേസ്ഡ് ബൈ സോഷ്യൽ വർക്ക് പ്രാക്ടീഷണേഴ്സ് ഇൻ ദ പ്രാക്ടീസ് ഓഫ് ദ പ്രൊഫഷൻ. സോ അതുപോലെ തന്നെ ഒരു പ്രൊഫഷൻ, ഒരു ഈ ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷണൽസിന് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, സോ ആ സമയത്ത് അതിനുള്ള സൊല്യൂഷൻസിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഒരു പ്രൊഫഷൻ ആകുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് പ്രോബ്ലംസ് വരല്ലേ. സോ അപ്പം ആ പ്രോബ്ലംസ് എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാൻ നമുക്ക് ഈ സെക്കൻഡറി മെത്തേഡായിട്ടുള്ള സോഷ്യൽ വർക്ക് റിസർച്ചിനെ യൂസ് ചെയ്യാം. ഇറ്റ് ഹെൽപ്സ് ബിൽഡിംഗ് എ നോളജ് ബേസ് ഫോർ സോഷ്യൽ വർക്ക് തിയറി ആൻഡ് പ്രാക്ടീസസ്. സോ ഇത് സോഷ്യൽ വർക്ക് തിയറിയും പ്രാക്ടീസും ഒക്കെ ചെയ്യാനുള്ള നോളജ് തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ വർക്ക് റിസർച്ചിലൂടെ അതിനാവശ്യമായിട്ടുള്ള നോളജുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സോഷ്യൽ വർക്ക് റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത് സിമ്പിളൊരു സ്റ്റെപ്പിലൂടെ നടക്കുന്നതല്ല. ഈ ഒരു സ്റ്റെപ്പ് ഇതുപോലെ ഓർത്ത് വെച്ചിരിക്കണം. സോ ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. സോ അത് നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ സോഷ്യൽ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു സോഷ്യൽ വർക്ക് റിസർച്ച് നടത്തുമ്പം ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സുകളാണ് ഇവിടെ പറയുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. സോ എന്താണോ അവിടുത്തെ പ്രോബ്ലം, ആ പ്രോബ്ലം തിരിച്ചറിയണം. സോ സോഷ്യൽ വർക്ക് റിസർച്ച് സ്റ്റാർട്ട് വിത്ത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ്
ഗോൾസ്. സോ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഗോൾസ് എന്ത് ചെയ്യണം, ആ ഫസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഫസ്റ്റ് പ്രോസസ്സിൽ സെറ്റ് ചെയ്യുക. ദിസ് ഈസ് ഫോളോഡ് ബൈ ദ പ്രോസസ് ഓഫ് അസസ്മെൻറ്റ് ഓർ നീഡ് അസസ്മെൻറ്റ് ഓഫ് ദ ക്ലയൻറ്റ് പ്രോബ്ലം. സോ അതിനുശേഷം എന്ത് ചെയ്യണം, ഈ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അസസ്മെൻറ്റ് നടത്തുക. നീഡ് അസസ്മെൻറ്റ്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അസസ് ചെയ്യുക. ഇതിങ്ങനത്തെ ഇതൊരു ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം പ്രസക്തമാണോ, അല്ലെങ്കിൽ അത് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യം എന്ത് ചെയ്യുക, അസസ് ചെയ്യുക. നീഡിനെ കുറിച്ച് അസസ്മെൻറ്റ് നടത്തുക. നെക്സ്റ്റ് is selection. After the problem is identified and the needs are assessed, the next step is to set up goal to be achieved. So selection of social work research design. So ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഗോൾ അറ്റൈൻ ചെയ്യണം. സോ അതിന് വേണ്ടി എന്താ, ഗോൾ അറ്റൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് റിസർച്ച് ഡിസൈൻസ് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. സോ അത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാം. റിസർച്ച് ഡിസൈൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ അപ്പോൾ റിസർച്ച് ഡിസൈൻസ് ഏതാണ് എന്നുള്ളത് സെലക്ഷൻ നടത്തണം. എന്താണ്, the goals are required to be specific, precisely defined and measurable in some way. The third step in the process is to have pre-intervention measurement, that is measurement prior to intervention. സോ നമ്മൾ ആ റിസർച്ച് ഡിസൈൻസൊക്കെ സെലക്ട് ചെയ്തു. സോ അതിനുശേഷം ഒരു പ്രീ ഇൻ്റർവെൻഷൻ മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നു. ഈ മെഷർമെൻറ്റിലൂടെ ക്ലയൻറ്റിനെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ നമ്മൾ ഈ ഇൻ്റർവെൻഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ക്ലയൻറ്റിനെ എന്ത് ചെയ്യും, അസസ് ചെയ്യും. സോ അപ്പം കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവർ അസസ് ചെയ്തിട്ട് പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് വീണ്ടും അസസ് ചെയ്താലേ അവിടെ എന്തെങ്കിലും മെച്ചമുണ്ടോ, അല്ലെങ്കിൽ ഇത് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. സോ അപ്പോൾ അതിന് മുമ്പ് ആദ്യം അവരെന്ത് ചെയ്യും, പ്രീ ഇൻ്റർവെൻഷൻ മെഷർമെൻറ്റ് നടത്തും. സോ അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർവെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രീ ഇൻ്റർവെൻഷൻ മെഷർമെൻറ്റ് ഈസ് യൂസ്ഡ് ആസ് ബേസിസ് ഫ്രം വിച്ച് ടു കമ്പയർ ദ ക്ലയൻറ്റ് കണ്ടീഷൻ ആഫ്റ്റർ ദ ഇൻ്റർവെൻഷൻ ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്. ഇൻ്റർവെൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ക്ലയൻറ്റിൻ്റെ സിറ്റുവേഷൻ എന്ത് ചെയ്യും, ഒന്ന് മെഷർമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കും. സോ അതിനുശേഷം ഇൻ്റർവെൻഷൻ കൊടുക്കും. ഇനി അതിനുശേഷം നെക്സ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഇസ് ഇൻട്രൊഡ്യൂസ് ഇൻ്റർവെൻഷൻ. അതിനുശേഷം ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെൻറ്റ് എന്താണോ അത് പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഹിയർ ടു നോട്ട് ദാറ്റ് ഓൺലി എ സിംഗിൾ കൊഹറൻറ്റ് ഇൻ്റർവെൻഷൻ ബി അപ്ലൈഡ് ഡ്യൂറിങ് എനി ഇൻ്റർവെൻഷൻ ഫേസ്. സോ ഈ ഒരു ഫേസിൽ സിംഗിളായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ മാത്രമേ ഈ ഒരു ഫേസിൽ കൊടുക്കാൻ പാടുള്ളൂ. ഇൻ ലാസ്റ്റ് സ്റ്റേജ് വി അസസ് ദ എഫക്റ്റ് ഓഫ് ഇൻ്റർവെൻഷൻ ബൈ കമ്പയറിംഗ് ദ ടു മെഷർമെൻറ്റ്, ദാറ്റ് ഈസ് പ്രീ ഇൻ്റർവെൻഷൻ മെഷർമെൻറ്റ് ആൻഡ് മെഷർമെൻറ്റ് ആഫ്റ്റർ ഇൻ്റർവെൻഷൻ. സോ അവസാനത്തെ എന്ത് ചെയ്യും, പോസ്റ്റ് ഇൻ്റർവെൻഷൻ മെഷർമെൻ്റ് എടുക്കും. സോ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ഇൻ്റർവെൻഷൻ കൊടുത്തു, അതിനുശേഷം ഉള്ള ക്ലയൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുക അല്ലെങ്കിൽ മെഷർ ചെയ്യും. എന്നിട്ട് ഇത് തമ്മിൽ എന്ത് ചെയ്യും, ഒന്ന് നോക്കും. നേരത്തെ ഒരു ഇൻ്റർവെൻഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ്, അപ്പോൾ അടുത്ത് കൊടുത്തതിന് ശേഷമുള്ള കാര്യങ്ങൾ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഇൻഫറൻസിലൂടെ കണ്ടെത്തും. സോ ഇതാണ് ഒരു സോഷ്യൽ വർക്ക് റിസർച്ചിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നമുക്കിത് കാണുമ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ തോന്നാമല്ലേ, പക്ഷേ ഇതിൽ പറയുന്ന സോഷ്യൽ വർക്ക് റിസർച്ച് ഡിസൈൻസ്, ആ പ്രോബ്ലം ഏതാണ്, സോ അതിൽ ഓരോന്നും ഉപയോഗിക്കുന്ന മെത്തേഡ്സും സാമ്പിൾസും, സോ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. മെയിനായിട്ട് ഇതാണ് ഈ ഒരു സോഷ്യൽ വർക്ക് റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് റിസർച്ച് സോഷ്യൽ വർക്കാണ് നമ്മൾ പറയുന്നത്. സോ വൈൽ ഓൺ തിയററ്റിക്കൽ സൈഡ്, സോഷ്യൽ വർക്ക് റിസർച്ച് re-examine the special body of knowledge, concept and theories and try to evolve a systematic theory and valid concepts in the area of social work practice. സോ ഒരു സോഷ്യൽ വർക്ക് പ്രാക്ടീസിൻ്റെ തിയററ്റിക്കൽ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സോഷ്യൽ വർക്ക് റിസർച്ചുകളെ എക്സാമിൻ ചെയ്യാം. സോ അതിൻ്റെ പുതിയ ഏരിയാസ്, സോ ഒരു തിയറി ഫോം ചെയ്തത് എങ്ങനെയാണ്, സോ അതിലുള്ള നോളഡ്ജുകൾ, അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കൺസെപ്റ്റുകൾ എന്താണ്, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ വർക്ക് ഏരിയാസിൽ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു തിയറി അല്ലെങ്കിൽ ഒരു വാലിഡ് കൺസെപ്റ്റായിട്ട് ഈ ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സോഷ്യൽ വർക്ക് മേ ബി കണ്ടക്റ്റഡ് ടു know the efficacy of different methods of social work as to search for alternate intervention and treatment. സോഷ്യൽ വർക്ക് റിസർച്ച് ഈ സോഷ്യൽ ഫീൽഡിൽ നടത്തുന്ന റിസർച്ച് നമുക്ക് കണ്ടെത്തി സോഷ്യൽ വർക്കിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സിൻ്റെ എഫിക്കസി എത്രത്തോളം അത് എഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ അതിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ട്, റിലയബിലിറ്റി ഉണ്ട്, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുമോ, അതിനായിട്ടുള്ള പുതിയ ഇൻ്റർവെൻഷൻസും ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ കണ്ടെത്താൻ സാധിക്കും.
Identification of social work needs and resources, evaluation of governmental program and services, evaluation of program and services of social work agencies are some of the areas in which social work researches are undertaken. So social work in ഏരിയാസിൽ ഇന്ന് ഇവാലുവേഷൻ നടത്തുക. ഓരോ ഗവൺമെൻറ്റൽ പ്രോഗ്രാംസ് വന്നെങ്കിൽ അതിൻ്റെ ഇവാലുവേഷൻ നടത്താം. അതിൽ എത്രത്തോളം അത് സക്സസ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ബെനിഫിഷ്യറീസിന് അത് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ പ്രോഗ്രാമിനെ ഇവാലുവേറ്റ് ചെയ്യുക. സോഷ്യൽ വർക്കിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസസ് എത്രത്തോളം സക്സസീവ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഇന്നൊവേറ്റീവ് ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റിസർച്ചിലൂടെ കണ്ടെത്താൻ പറ്റും. സോഷ്യൽ വർക്ക് റിസർച്ച് മേ ബി കണ്ടക്റ്റഡ് ടു നോ ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ പ്രൊഫഷണൽ social worker in social work agencies and communities in their concern with the social work function. സോ ഇത് സോഷ്യൽ വർക്ക് റിസർച്ചറിന് ആ ഒരു പ്രൊഫഷണൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ വരുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ്, പ്രോബ്ലംസ്, സോ ഇങ്ങനെയുള്ള ഏരിയാസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പഠനം നടത്താൻ പറ്റും. സോ അതെല്ലാം അപ്ലൈ ചെയ്ത് കൊണ്ടുവരുന്ന സോഷ്യൽ പ്രാക്ടീസിനർക്ക് അത് ആ പ്രോബ്ലംസൊക്കെ ഓവർകം ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് റിസർച്ച് എംബേഴ്സസ് എൻറ്റയർ ഗവൺമെൻറ് ഓഫ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ, കൺസെപ്റ്റ്, തിയറീസ്, മെത്തേഡ്, പ്രോഗ്രാം, സർവീസസ് ആൻഡ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ സോഷ്യൽ വർക്കർ ഇൻ ദെയർ പ്രാക്ടീസ്. സോ അവർ പ്രാക്ടീസ് നടത്തുന്ന സമയത്ത് അവരിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏതാണ്, സോ അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം. ഇറ്റ് ഫോക്കസസ് ഓൺ മൈക്രോ, മെസോ ആൻഡ് മാക്രോ ഏരിയാസ് ഓഫ് ഇൻ്റർവെൻഷൻ. സോ ഓരോ ലെവലിലും വരുമ്പോൾ ഓരോ തരത്തിലുള്ള പ്രോബ്ലംസ് വരും. സോ അപ്പോൾ അതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം, സോ ഇതൊക്കെ നമുക്ക് റിസർച്ചിലൂടെ കണ്ടെത്താം. Social work research typically focuses on assessment of practitioners' work with individual, group, family, community, or appraisal of agencies or programs that involve the continued efforts of practitioners with many clients. As such, the research design, data collection, analytic strategies in social work research vary as a function of unit of analysis and program of action, agencies of social work practitioner. സോ സോഷ്യൽ വർക്ക് റിസർച്ച് ഫോക്കസ് ചെയ്യുന്ന എന്താണ്, അസസ്മെൻറ്റ് ഓഫ് പ്രാക്ടീഷണർ വർക്ക് വിത്ത്. സോ ആ പ്രാക്ടീഷണർ ആ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഏജൻസിയുമായിട്ട് ചെയ്യുന്ന വർക്കുകൾ എന്ത് ചെയ്യുക, അസസ് ചെയ്യുക. അതിലൂടെ പുതിയ പുതിയ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ എഫേർട്ടുകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുക. സോ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന റിസർച്ച് ഡിസൈൻസ് എന്താണ്, ഡേറ്റ കളക്ഷൻസ് രീതി, ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്ന ടൂൾസ് എന്താണ്, സോ അനലിറ്റിക്കൽ സ്ട്രാറ്റജീസ് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, പുതിയ ഒരു സോഷ്യൽ വർക്ക് പ്രാക്ടീഷണേഴ്സിന് അത് യൂസ് ചെയ്യാൻ സഹായിക്കാം. ഇറ്റ് ഫോക്കസസ് ഓൺ കൺഫൈൻ ഇറ്റ് സെൽഫ് ടു സെലക്ട് ആസ്പെക്ട് ഓഫ് ബിഹേവിയർ ആൻഡ് ഓൾട്ടർനേറ്റ് മോഡ് ഓഫ് ബിഹേവിയർ മോഡിഫിക്കേഷൻ. ഇറ്റ് ഹെൽപ്പ് ടു ഫൈൻഡ് വേസ് ആൻഡ് മീൻ ടു എൻഹാൻസ് സോഷ്യൽ ഫങ്ഷനിങ് അറ്റ് ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റൽ ലെവൽ. സോ ഇത് ഇങ്ങനെ റിസർച്ച് നടത്തുന്നതിലൂടെ പല ആസ്പെക്റ്റ്, ബിഹേവിയേഴ്സിൻ്റെ തന്നെ പല ആസ്പെക്ട്സിനെ കുറിച്ച് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് ഇങ്ങനെ ബിഹേവിയർ വന്ന ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് എന്താണ്, സോ അങ്ങനെയുള്ള രീതിയിൽ. സോ അത് ഇൻഡിവിജ്വൽ ലെവലാണെങ്കിലും ഗ്രൂപ്പ് ലെവലാണെങ്കിലും അത് കമ്മ്യൂണിറ്റി ലെവലാണെങ്കിലും സൊസൈറ്റി ലെവലിലാണെങ്കിലും അതിന് നടത്താൻ സാധിക്കും. ആൻഡ് ദ ഫോക്കസ് ഓഫ് റിസർച്ച് ഈസ് ഓൺ കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ, തിയറീസ് അണ്ടർലൈയിങ് സോഷ്യൽ വർക്ക് മെത്തേഡ്സ് ആൻഡ് സ്കിൽസ്. സോഷ്യൽ വർക്ക് റിസർച്ച് ഇസ് നോൺ ആസ് ഇൻ്റർവെൻഷൻ റിസർച്ച്. സോ ഒരു റിസർച്ചിൻ്റെ ഫോക്കസ് അത് മെയിനായിട്ട് വന്നില്ല കൺസെപ്റ്റിനെയോ അല്ലെങ്കിൽ പ്രിൻസിപ്പിളിനെയോ അല്ലെങ്കിൽ തിയറീസിനെയോ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സോഷ്യൽ വർക്ക് മെത്തേഡ്സ് നടക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ വർക്ക് റിസർച്ചിന് നമ്മൾ പറയുന്നത് ഇൻ്റർവെൻഷൻ റിസർച്ച് എന്നാണ്. ഇറ്റ് ഓൾസോ ഇൻവോൾവ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യൽ വർക്കർ വിത്ത് ദെയർ ക്ലയൻറ്റ്സ്. ഇതിൽ എന്ത് ചെയ്യും, ഇൻ്റർവെൻഷൻ റിസർച്ചിൽ സോഷ്യൽ വർക്കറും ക്ലയൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും പഠനങ്ങൾ നടത്താം. Individual, group or communities on various level of interaction or therapy as well as their natural relationship and functioning within the organizational structure of social agency. ഇതിലൂടെ സോഷ്യൽ വർക്കറിൻ്റെയും ക്ലയൻറ്റിൻ്റെയും അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പിൻ്റെയും റിലേഷൻഷിപ്പ് കണ്ടെത്താം. അത് പല ലെവലിൽ അവർ എന്തൊക്കെ തെറാപ്പീസ് കൊടുക്കുന്നു, ഇനി അവർ നാച്ചുറൽ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഇനി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എങ്ങനെയാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റിസർച്ചിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. Areas of social work research may be broadly categorized as studies to establish, identify and measure the need for service. സോ ഇങ്ങനെ റിസർച്ച് നടത്തലിലൂടെ നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് തിരിച്ചറിയാനുള്ള സഹായിക്കും.
അത് മെഷർ ചെയ്യാൻ സഹായിക്കും. അത് ഐഡൻറ്റിഫൈ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർവീസ് എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ എയിം നമുക്ക് തിരിച്ചറിയാൻ ഈ ഒരു സോഷ്യൽ വർക്ക് റിസർച്ച് സഹായിക്കും. ടു മെഷർ ദ സർവീസസ് ഒഫേർഡ് ആസ് ദേ റിലേറ്റ് ടു നീഡ്സ്. സോ ഈ ഒരു നീഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മെഷേഴ്സ് കറക്റ്റ്, ആ സർവീസസ് കറക്റ്റ് ആണോ എന്നതിൽ ഉള്ള കാര്യം മെഷർ ചെയ്യാൻ സഹായിക്കും. ടു ടെസ്റ്റ്, ഗേജ് ആൻഡ് ഇവാലുവേറ്റ് റിസൾട്ട് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ്റർവെൻഷൻ. സോ ഇതിലൂടെ പുതിയതായിട്ട് നമ്മൾ കണ്ടെത്തുന്ന ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യാൻ സഹായിക്കും. ടു ലിസ്റ്റ് ദ എഫിക്കസി ഓഫ് സ്പെസിഫിക് ടെക്നിക് ഓഫ് ഓഫറിംഗ് സർവീസസ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ടെക്നിക്സിൻ്റെ എഫിക്കസി എത്രയാണ്, സോ അത് ആ സർവീസിൽ എത്രത്തോളം അത് എഫിക്കസ് ആണ് അല്ലെങ്കിൽ റിലയബിൾ ആണ്, വാലിഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ഇത് സഹായിക്കും. സ്റ്റഡീസ് ഇൻ മെത്തഡോളജി ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിൻ്റെ മെത്തഡോളജിയെക്കുറിച്ച് പഠിക്കാൻ ഈ സോഷ്യൽ വർക്ക് റിസർച്ച് ഏരിയ യൂസ് ചെയ്യാം. സോ ഇനി നമുക്ക് ഏതൊക്കെ ഫീൽഡിൽ ഈ സോഷ്യൽ വർക്ക് പ്രൊഫഷന് അല്ലെങ്കിൽ ഈ റിസർച്ച് ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ്. സോഷ്യൽ വർക്ക് ഈസ് എ ഡൈവേഴ്സ് പ്രൊഫഷൻ ആൻഡ് പോസിബിൾ ബ്രോഡ് റിസർച്ച് ഏരിയാസ് കുഡ് ബി. ഏതൊക്കെ ഏരിയാസിൽ സോഷ്യൽ വർക്ക് പ്രൊഫഷണലിന് റിസർച്ച് നടത്താം. സോ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൽ നടത്താം, എൻവയോൺമെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ, വിമൻ വെൽഫെയർ, യൂത്ത് വെൽഫെയർ, ഏജ്ഡ് വെൽഫെയർ. സോ അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ്, പോവർട്ടി എലിവേഷൻ, മെൻ്റൽ റിട്ടാർഡേഷൻ, ജുവനൈൽ ഡെലിക്വൻസി, ക്രൈം ആൻഡ് കറക്ഷൻസ്, പബ്ലിക് ഹെൽത്ത്, ഡിസബിലിറ്റി, മൈഗ്രേഷൻ. സോ ഇങ്ങനെയുള്ള ഏത് ഏരിയാസിൽ വേണമെങ്കിലും അവിടെ ഒരു സോഷ്യൽ വർക്കറിന് എന്ത് ചെയ്യാം, റിസർച്ച് നടത്താം. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ റിസർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഗവേഷണം ചെയ്യാമെന്നൊക്കെ പറഞ്ഞല്ലേ. സോ ഇനി അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മിക്സഡ് മെത്തേഡ് ഓഫ് റിസർച്ച് ഉപയോഗിക്കാം. സോ അപ്പോൾ ഇനി എന്താണ് ഓരോന്നും, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. Quantitative research deal with objective measurement and include statistical or numerical analysis of data collected through പോൾസ്, ക്വസ്റ്റ്യനെയർ ഓർ സർവേസ്. സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഒബ്ജക്റ്റീവ് മെഷർമെൻ്റ് ആണ്. സോ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ അനാലിസിസ് നടത്തുന്ന മെത്തേഡ് ഓഫ് റിസർച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ്. ഇവിടെ ഡേറ്റ കളക്ഷൻ നടത്തുന്നത് പോൾസിലൂടെ, ക്വസ്റ്റ്യനെയേഴ്സിലൂടെ അല്ലെങ്കിൽ സർവേകളിലൂടെയൊക്കെയാണ് ഡേറ്റ കളക്ഷൻ നടത്തുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ. സോ അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് മെഷർമെൻ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ അനാലിസിസ് നടത്തുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. ഇവിടെ ക്വാണ്ടിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ മെഷർമെൻറ്റ്, ഇവിടെ ഒരു കാര്യവും നമുക്ക് സബ്ജക്റ്റീവായിട്ട് പറയാൻ പറ്റത്തില്ല. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കാരണം ഇതാണ് എന്നുള്ളത് നമുക്ക് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് സബ്ജക്റ്റീവായിട്ട് എഴുതാൻ പറ്റില്ല. അതിന് പകരം ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ എന്താണ് യൂസ് ചെയ്യുന്നത്, ന്യൂമറിക്കൽ. സോ ഈ പ്രോബ്ലം വന്നത് ഈ കാരണം കൊണ്ടാണ്. അപ്പോൾ 70% ആൾക്കാരും ഇങ്ങനെ പറഞ്ഞു. സോ അപ്പം അവിടെ ഒരു നമ്പർ പറയണം നമുക്ക്, എത്രത്തോളം ആൾക്കാരിൽ ഇത് ചെയ്തു, അവിടെ ഒരു നമ്പർ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി അതിനെ അനലൈസ് ചെയ്യുന്നതിന് മെത്തേഡാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. The variables can be manipulated as well as controlled in quantitative research. സോ ഈ റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ എടുക്കുന്ന വേരിയബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഏതാണോ അപ്പോൾ അതിൽ വേരിയബിൾസ്, സോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഉണ്ട്. സോ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുമ്പം മറ്റിതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഇരിക്കുന്ന വേരിയബിൾസ്. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്വാളിറ്റേറ്റീവിൽ പറയും. സോ അപ്പോൾ വേരിയബിൾസിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. Basically, the variables are manipulated to examine the cause-effect relationship, carry out comparative analysis or interventional analysis within a specified population. So, basically, ഇവിടെയുള്ള വേരിയബിൾസിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന എന്തിനാണ്, കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. സോ സ്ട്രെസ്സ് കുട്ടികളിൽ സ്ട്രെസ്സ് കൂടുന്നതും എക്സാമിൻ്റെ അച്ചീവ്മെൻറ്റുമാണ് നമ്മളിപ്പോൾ എടുക്കുന്ന ടോപ്പിക് എന്ന് വിചാരിച്ചു. സോ അപ്പോൾ ഇവിടുത്തെ വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന എന്താണ്, സോ അവിടെ സ്ട്രെസ്സാണല്ലേ. സോ അപ്പം സ്ട്രെസ്സ് മാറുമ്പോഴത്തേക്ക് അവിടെ അച്ചീവ്മെൻറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ. സോ അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെസ്സ് കൂടുമ്പം അച്ചീവ്മെൻറ്റ് കൂടുന്നുണ്ടോ
ഇല്ലയോ. സോ അങ്ങനെയുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്പാരിസൺ നടത്താൻ പറ്റും, അല്ലെങ്കിൽ അതിലൂടെ പുതിയൊരു ഇൻ്റർവെൻഷൻ അനലൈസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സ്പെസിഫിക് ഒരു പോപ്പുലേഷനിൽ. സോ അതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇതെല്ലാം നമ്മളൊരു ന്യൂമറിക്കലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കണ്ടെത്താൻ സാധിക്കും. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡീൽസ് വിത്ത് നമ്പേഴ്സ്. സോ നമ്പേഴ്സ് ഡീൽ ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇറ്റ് ഫോക്കസസ് മോർ ഓൺ കൺവേർജൻറ്റ് റീസണിങ് ദാൻ ഓൺ ഡൈവേർജൻറ്റ് റീസണിങ്, വിച്ച് മീൻസ് ദാറ്റ് റിസർച്ച് try to find out solution to a research problem with the help of standardized tool and not by creative ideas. It mainly focuses on quantifying relationship between variables. So ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഇവിടെ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് കൺവേർജൻ്റ് റീസണിങ് ആണ്. സോ നമ്മൾ ക്രിയേറ്റിവിറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, ക്രിയേറ്റീവ് തിങ്കേഴ്സിന് വേണ്ടത് ഡൈവേർജൻ്റ് തിങ്കിങ് ആണ്. സോ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പല ആസ്പെക്ട്സിൽ നിന്ന് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് വരണം. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ക്രിയേറ്റീവ് തിങ്കിങ്ങോ അല്ലെങ്കിൽ ഒരു റിസർച്ചറിൻ്റെ ക്രിയേറ്റിവിറ്റിയോ ഒന്നും അല്ലെങ്കിൽ ഐഡിയാസോ ഒന്നും വേണ്ട. അവിടെ എന്താണ് വേണ്ടത്, കൺവേർജൻ, ആ സ്പെസിഫിക് ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കണ്ടെത്തിയ കാരണം, അല്ലെങ്കിൽ അതെങ്ങനെ ആയിരിക്കണം ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത്, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട്. സോ അല്ലെങ്കിൽ ഒരു ഹൈലി സയൻറ്റിഫിക് മെത്തേഡിലൂടെ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ന്യൂമറിക്കലി അതിന് എന്ത് ചെയ്യുന്നു, പ്രോബ്ലം കണ്ടെത്തുന്നു. സോ ഇവിടെ ഒരു റിസർച്ചറിൻ്റെ ഡൈവേർജൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക് ഇവിടെ ഒരു പ്രാധാന്യവുമില്ല. സോ ഇവിടെ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള പർട്ടിക്കുലറായിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ മാത്രമാണ് ഇവിടെ ആവശ്യം. ഇവിടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ക്വാണ്ടിഫൈങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. സോ നമ്മൾ റിസർച്ചിന് എടുത്തിരിക്കുന്ന ടോപ്പിക്കിലെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ള കാര്യം ക്വാണ്ടിഫൈൽ നമ്പേഴ്സിലൂടെ നമുക്ക് തിരിച്ചറിയിപ്പിക്കുന്നതാണ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്: ക്ലിയർലി ഡിഫൈൻഡ് റിസർച്ച് ക്വസ്റ്റ്യൻ. സോ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആകുമ്പോഴത്തേക്ക് ക്ലിയർലി ഡിഫൈൻഡ് ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ബേസ്ഡ് ഓൺ റിസർച്ച് പ്രോബ്ലം ദ റിസർച്ചർ ഫ്രെയിംസ് ക്ലിയർലി ഡിഫൈൻഡ് റിസർച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻസ് ആർ സോൾവ്ഡ് ഒബ്ജക്റ്റീവ്ലി. സോ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് അച്ചീവ്മെൻറ്റും സ്ട്രെസ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, സോ അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റും ആൻസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സോ അങ്ങനെ സ്പെസിഫൈ ചെയ്തൊരു റിസർച്ച് പ്രോബ്ലം ഉണ്ടായിരിക്കും. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒബ്ജക്റ്റീവായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ആയിരിക്കും. ദ റിസർച്ചർ സെലക്ട് എ സാമ്പിൾ ഫ്രം എ സ്പെസിഫൈഡ് പോപ്പുലേഷൻ ഫ്രം വിച്ച് ഡേറ്റ ഈസ് എയിം ടു ബി കളക്റ്റഡ്. ദിസ് സാമ്പിൾസ് ആർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ സോ ദാറ്റ് ദ റിസൾട്ട് അച്ചീവ്ഡ് ക്യാൻ ബി ജനറലൈസ്ഡ് ടു ദ പോപ്പുലേഷൻ. സോ ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിൽ നിന്നായിരിക്കണം ഇത് എടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ആൻസൈറ്റിയും എക്സാമും തമ്മിലുള്ള പഠനമാണ് നടത്തേണ്ടതെങ്കിൽ അത് ആരിലായിരിക്കും നടത്തേണ്ടത്, അത് അവിടെ പഠിക്കുന്ന കുട്ടികളിലായിരിക്കില്ലേ, സ്റ്റുഡൻസിനെ ആയിരിക്കും ഫോക്കസ് ചെയ്ത്, അല്ലാതെ ടീച്ചേഴ്സിൻ്റെ മെഷർ ചെയ്തിട്ട് കാര്യമില്ല. സോ അപ്പോൾ ഏതാണോ ആ ടോപ്പിക്കിന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന സാമ്പിൾ ഏതാണ്, ആ പോപ്പുലേഷനിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഇത്രയും ആൾക്കാർ, ഇപ്പോൾ 1000 അല്ലെങ്കിൽ 1,00,000 പുറത്ത് കുട്ടികൾ പഠിക്കുന്നുണ്ട്, അതിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മളൊരു 10,000 പേരെയോ അല്ലെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു 1000 പേരെയോ സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, നടത്തുന്നത്, ഈ ഒരു റിസർച്ച് നടത്തുന്നത്. അപ്പോൾ ഇത്രയും കുട്ടികളുടെ ഇടയിൽ നിന്ന് ഇതെടുക്കുക എന്ന് പറയുമ്പം ഇവരെ പോലെ തന്നെ ആയിരിക്കും അല്ലേ ബാക്കിയുള്ള എല്ലാ കുട്ടികളുടെയും ഓൾമോസ്റ്റ് ഇത്. സോ അപ്പോൾ ഇവരിൽ നിന്ന് കിട്ടുന്ന കാര്യം നമുക്ക് ആ ഒരു ടോട്ടൽ പോപ്പുലേഷനിൽ ജനറലൈസ്ഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിനെ എടുക്കുക എന്ന് പറയുന്നത്. ഏതാണോ ടോപ്പിക്ക്, ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോപ്പുലേഷനിൽ നിന്നുള്ള ആൾക്കാരെ തന്നെ എന്ത് ചെയ്യണം, എടുക്കുക. അതാണ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസിനെ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് മാനിപ്പുലേഷൻ ഓർ കൺട്രോൾ ഓഫ് വേരിയബിൾസ്. As mentioned before, the quantitative research deal with the variables and as per the requirement. The researcher manipulate, for example, increases or decreases and even control the extraneous controlled variables that can affect the research study. വേരിയബിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേരിയബിൾസിന് എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ സാധിക്കും അല്ലേ. അച്ചീവ്മെൻറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ ആൻസൈറ്റിയും അച്ചീവ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അത് ആൻസൈറ്റി കൂടുമ്പോൾ അച്ചീവ്മെൻറ്റ് കൂടുന്നോ കുറയുന്നോ, സോ ഇങ്ങനെയുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എക്സ്ട്രാ പുറത്തു നിന്നുള്ള വേരിയബിൾസ്, സോ ആൻസൈറ്റി അല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അച്ചീവ്മെൻറ്റ് കൂടാമോ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ കൺട്രോൾഡ് വേരിയബിൾസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും.
ഇനി സ്ട്രക്ചേർഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾസ് യൂസ്ഡ് ഫോർ ഡേറ്റ കളക്ഷൻസ്. സോ ഈ ഡേറ്റ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്പേഴ്സ് അല്ലെങ്കിൽ ഡേറ്റ ഒക്കെ കളക്ട് ചെയ്യുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഡേറ്റ കളക്ഷൻ നടക്കുന്നത്. സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡീൽസ് വിത്ത് നമ്പേഴ്സ് ആൻഡ് ഡേറ്റ ഈസ് കളക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് structured or standardized research instrument. The data is analyzed with the help of empirical evidences. The data are collected in form of numbers and statistics, often arranged in table, chart, figures or other non-textual forms. So quantitative researchil numbers എല്ലാം കളക്ട് ചെയ്യുന്ന സ്റ്റാൻഡർഡൈസ് അല്ലെങ്കിൽ സ്ട്രക്ചർഡ് റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഡേറ്റ അനലൈസ് ചെയ്യുന്നത്. എന്തായിരിക്കും? എംപിരിക്കൽ എവിഡൻസ്, നമുക്ക് കിട്ടുന്ന ഡയറക്റ്റ് കിട്ടുന്ന എംപിരിക്കലായിട്ടുള്ള എവിഡൻസുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. ഇത് ഏത് ഫോമിലായിരിക്കും? നമ്മൾ ഒരാളുടെ അടുത്ത് ചെന്ന് ഇൻ്റർവ്യൂ നടത്തി അവരുടെ അടുത്ത് പറയുന്ന കാര്യം നോട്ട് ചെയ്ത് വെക്കുകയല്ല, ഇത് നമ്പർ ഫോമിലായിരിക്കും. ഇത്ര ആൾക്കാർ, ഇത്ര ശതമാനം ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, ഇത്രയും ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. സോ അത് നമ്മൾ നമ്പറിലാണ് എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്ത് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കിലോട്ട് മാറ്റും. 1000 കുട്ടികളിൽ ഇത്ര 38% ആൾക്കാർ യെസ് പറഞ്ഞു അല്ലെങ്കിൽ നോ പറഞ്ഞു എന്ന സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ അറേഞ്ച് അല്ലെങ്കിൽ കാൽക്കുലേഷൻ കണ്ടെത്തും. അതിനുശേഷം അതിനെന്ത് ചെയ്യും? ടേബിൾസിലോട്ട് മാറ്റും. ഇത്ര കുട്ടികൾ, 1000 കുട്ടികളിൽ ഇത്ര കുട്ടികൾ ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഇതിങ്ങനെയായിരുന്നു ഒപ്പീനിയൻ എന്നുള്ളതൊക്കെ നമ്മൾ ടേബിൾ, ചാർട്ട്, ഫിഗറിൽ അല്ലെങ്കിൽ അതിൽ ടെക്സ്ച്വൽ ഫോം അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലല്ലാതെ എഴുതുന്നതിന് അല്ലെങ്കിൽ ഫിഗറിക്കലി നമ്പറിക്കലി എഴുതുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. It is reliable and valid since the study is done under controlled observation involving scientific investigation. They can be replicated or repeated and provide similar result. So quantitative മെത്തേഡിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇറ്റ്സ് റിലയബിൾ ആൻഡ് വാലിഡ് ആണ്. റിലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു പഠനം നടത്തി. ആ പഠനം നടത്തുന്ന സമയത്ത് നമ്മൾ എടുത്ത ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ പോപ്പുലേഷൻസിന് എല്ലാം കറക്റ്റായിരുന്നു, എല്ലാം കറക്റ്റാണ്, അനലൈസ് ചെയ്തതും എല്ലാം കറക്റ്റാണെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ സിമിലർ റിസൾട്ട്, നമ്മൾ നേരത്തെ കിട്ടിയ അതേ റിസൾട്ട് തന്നെ കിട്ടും. സോ അതാണ് അതിനെയാണ് നമ്മൾ റിലയബിലിറ്റി എന്ന് പറയുന്നത്. ദ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇസ് ഹൈ ഓൺ റിലയബിലിറ്റി. സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എപ്പോഴും റിലയബിൾ ആയിരിക്കും. നമ്മൾ വേറെ ഇപ്പോൾ എടുത്ത സാമ്പിൾ അല്ലാതെ വേറൊരു സാമ്പിളിലോട്ട് എടുത്താലും നമുക്ക് എന്ത് ചെയ്യും? സിമിലർ റിസൾട്ട് കിട്ടും. അത് എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും അതെന്താണ്? വാലിഡ് ആയിരിക്കും. ആ ഒരു സെയിം റിസൾട്ട് തന്നെ കിട്ടും ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് യൂസ് ചെയ്താൽ. ഫർദർ ആസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് involved the use of standard and structured instrument which are variable specific, they are valid as well. സോ അതുപോലെ ഇതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സ്ട്രക്ചേർഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇത് വാലിഡ് ആയിരിക്കും. അത് വേരിയബിൾസ് സ്പെസിഫിക് ആണെങ്കിൽ അവിടെ എന്താണ്? വാലിഡിറ്റി കറക്റ്റ് ആയിരിക്കും. ഇനി ജനറലൈസബിലിറ്റി ആണ്. സിൻസ് ദ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇസ് ഡൺ ഇൻ എ വെൽ പ്ലാൻഡ് മാനർ ആൻഡ് ആർ ഹൈലി റിലയബിൾ ആസ് വെൽ ആസ് വാലിഡ്. സോ ക്വാണ്ടിറ്റേറ്റീവ് ഹൈലി റിലയബിൾ ആണ്, സോ അതുപോലെ വാലിഡുമാണ്. സോ ദ റിസൾട്ട് ഒബ്റ്റൈൻഡ് ത്രൂ ദ മെത്തേഡ് ക്യാൻ be generalized and can also be used to effectively predict result and infer causal relationship. So generalizability എന്ന് പറയും. സോ ഇത് റിലയബിൾ ആൻഡ് വാലിഡും ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ കിട്ടുന്ന റിസൾട്ടിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. സോ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആൻസൈറ്റി കൂടുമ്പോൾ അച്ചീവ്മെൻറ്റ് കുറയുന്നു എന്നാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലിൽ കണ്ടെത്തിയതെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അതിന് നമുക്കൊരു കോമൺ ആയിട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ ഇടയിൽ ആൻസൈറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും? അത് നമ്മളിപ്പോൾ എടുത്ത 1000 സാമ്പിളിനെ ആയിരിക്കും എടുത്തത് കുട്ടികളുടെ ഇടയിൽ നിന്ന്. പക്ഷെ അതിന് നമുക്ക് മൊത്തത്തിൽ ഓവറോൾ കുട്ടികളിൽ എന്താണ് ഇങ്ങനെ ഇത്രയും കുട്ടികളിൽ ആൻസൈറ്റി കൂടിയപ്പോൾ അച്ചീവ്മെൻറ്റ് കുറഞ്ഞു എന്നുള്ള രീതിയിൽ ജനറലൈസ് ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതായത് അഡ്വാൻറ്റേജസ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇറ്റ് നീഡ്സ് ടു ബി മെൻഷൻ ദാറ്റ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പ്രൊവൈഡ് എ ഫ്രെയിംവർക്ക് ടു ദ റിസർച്ചർ ടു ഫൈൻഡ് ഔട്ട് റിലേഷൻഷിപ്പ് ഓർ കണ്ടക്ട് കമ്പാരിറ്റീവ് അനാലിസിസ്. സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ത് നൽകുന്നുണ്ട് റിസർച്ചറിന്? സോ എന്തെങ്കിലും തമ്മിലുള്ള രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് തിരിച്ചറിയാനും അതുപോലെ കമ്പാരിറ്റീവ് അനാലിസിസ് നടത്താനും ഇത് തമ്മിലുള്ള
കമ്പാരിസൺ നടത്താനും ഒക്കെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ എനേബിൾ എ റിസർച്ചർ ടു കൺട്രോൾ ദ എൻവയോൺമെൻറ്റ് ഇൻ ഓർഡർ ടു കളക്ട് ദ റിക്വയർഡ് ഡേറ്റ. സോ ഇനി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തേണ്ട എൻവയോൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പോൾ കുട്ടികൾ പറഞ്ഞു, സോ അതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഹൈസ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ പ്രീ സ്കൂൾ കുട്ടികൾ, സോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആ എൻവയോൺമെൻറ്റിനെ കൺട്രോൾ ചെയ്ത് അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഒരു പഠനം നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കളക്ട് ഡേറ്റ ഫ്രം എ ലാർജർ സാമ്പിൾ ആൻഡ് ഹെൽപ്സ് ഇൻ കണ്ടക്ടിങ് ബ്രോഡർ സ്റ്റഡി ആസ് വെൽ ആസ് ജനറലൈസേഷൻ ഓഫ് റിസൾട്ട് ടു എ ലാർജർ പോപ്പുലേഷൻ. സോ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡേറ്റ ഒരു ലാർജർ സാമ്പിളിൽ നിന്ന് കളക്ട് ചെയ്യുക. ആ ലാർജർ സാമ്പിളിൽ നിന്ന് എന്ത് ചെയ്യും, റെപ്രസെൻറ്റേറ്റീവ്സിനെ എടുത്ത്, സോ അതിലൂടെ നമുക്കൊരു ബ്രോഡർ സ്റ്റഡി നടത്തി അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെ ജനറലൈസ് ചെയ്തൊരു വലിയൊരു പോപ്പുലേഷനിലോട്ട് അതിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്പ് ദ റിസർച്ചർ ടു അറ്റൈൻ റിലയബിൾ, വാലിഡ്, അക്യുറേറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് റിസൾട്ട്. സോ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അല്ലേ, റിലയബിലിറ്റി ഉണ്ടാകും. ഈ എടുത്ത സാമ്പിൾ ഈ എടുത്ത സാമ്പിളിൽ തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സ്റ്റഡി നടത്തിയ അതേ ഇത് തന്നെ കിട്ടും. അതാണ് റിലയബിലിറ്റി. അതുപോലെ വാലിഡ് ആയിരിക്കും, സോ അക്യുറേറ്റ് ആയിരിക്കും ആൻഡ് ഒബ്ജക്റ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത്. നമുക്ക് പറയുന്ന രീതിയിലല്ല, നമുക്ക് ന്യൂമറിക്കലിലാക്കണം ഇത്ര ശതമാനം കുട്ടികൾക്ക് കിട്ടി എന്നുള്ള രീതിയിൽ ഒബ്ജക്റ്റീവ് റിസൾട്ട് ആയിരിക്കും ഈ ഒരു മെത്തേഡിലൂടെ കിട്ടുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി റെപ്ലിക്കേറ്റ് ആൻഡ് ഡിസൈൻ സിമിലർ സ്റ്റഡീസ്. അതുപോലെ തന്നെ ഇതേപോലത്തെ തന്നെ സിമിലർ സ്റ്റഡീസ് നടത്താൻ അല്ലെങ്കിൽ അതിൻ്റെ റെപ്ലിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പുതിയ ഡിസൈൻസിൽ ചെയ്യാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കണ്ടക്ട് എക്സ്പെരിമെൻറ്റ് അണ്ടർ കൺട്രോൾഡ് എൻവയോൺമെൻറ്റ് ആൻഡ് ദസ് മിനിമൈസസ് എറർ വേരിയൻസ്. സോ അതുപോലെ തന്നെ കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ പുതിയ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നത് കൊണ്ട് തന്നെ എറർ വരാനുള്ള ചാൻസ് കുറയ്ക്കുന്നുണ്ട്. It uses close-ended and structured questions which provide responses free from personal biases. So ഇതിൽ കൊടുക്കുന്ന നമ്മൾ ടൂൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ക്ലോസ് എൻഡഡ് ആയിരിക്കും. യെസ് ഓർ നോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് സ്കോർ ചെയ്യുക അങ്ങനെയുള്ളത്, അല്ലാതെ ഓപ്പൺ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള കാര്യം എഴുതുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതായിരിക്കത്തില്ല ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ. സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കൊടുത്താൽ തന്നെ അതൊരു സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. യെസ് ഓർ നോ എഴുതുക അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള ആറ്റിറ്റ്യൂഡിനെ റേറ്റ് ചെയ്യുക. സോ അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ബയസ് വരത്തില്ല. പിന്നെ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ബയസ് വരാനുള്ള ചാൻസ് ഇല്ല. സോ ഇവിടെ മെഷർമെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓപ്പൺ എൻഡഡ് ആണ്. എസ് ഓർ നോയെ എഴുതാൻ പറ്റും. അതിൽ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേറെ ഒപ്പീനിയൻ ഉണ്ടെങ്കിലോ ഒന്നും അവിടെ പേഴ്സണൽ ബയസ് ഒന്നും അവിടെ എഴുതാൻ പറ്റില്ല. സോ അതൊരു അഡ്വാൻറ്റേജസ് ആണ്. ഇനി അടുത്ത ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഇറ്റ് ലാക്ക് കണ്ടക്സ്റ്റൽ ഡീറ്റെയിൽസ്. സോ ഏത് കോണ്ടക്സ്റ്റിലാണ് എടുക്കുന്നത് എന്ന് ഉള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ എന്ത് ചെയ്യാം, മിസ്സാവാം. ഇനി ദ റിസർച്ച് ഇസ് ലിമിറ്റഡ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് ആൻഡ് സോ ലാക്ക് ദ ഗ്രൗണ്ട് ഫോർ ദ പ്രോസസ് ഓഫ് ഡിസ്കവറി. സോ ഇവിടെ കൂടുതലും നമ്മളെന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ നമ്പറിൽ ഇത്ര ശതമാനം ഇത്ര ആൾക്കാർ ഇങ്ങനെ ചെയ്തു എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിൽ നിന്ന് പുതിയ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടെത്താൻ പറ്റത്തില്ല. പുതിയ കാര്യങ്ങളൊന്നും കണ്ടെത്താൻ അല്ലെങ്കിൽ നമ്മൾ എന്താണോ എടുക്കുന്നത് അതിനെക്കുറിച്ച് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, സ്പെസിഫൈ ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചിലൂടെ പോകാൻ പറ്റൂ. ദ ക്ലോസ് എൻഡഡ് ഓർ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ മൈറ്റ് റിഫ്ലക്റ്റ് എ ലിമിറ്റഡ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോസ് എൻഡഡും സ്ട്രക്ചേർഡ് എൻഡഡും ആകുമ്പോഴത്തേക്ക് പേഴ്സണൽ ബയസ് വരത്തില്ല. പക്ഷെ അങ്ങനെ വരാത്തത് കൊണ്ട് തന്നെ ആ ഇൻഫർമേഷൻ എന്തായിരിക്കാം, ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ആയിട്ട് മാറാം. റിസൾട്ട് മൈറ്റ് പ്രൊവൈഡ് മച്ച് നാരോവർ ആൻഡ് സംടൈം സൂപ്പർഫിഷ്യൽ ഡേറ്റാ സെറ്റ്. റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നാരോവർ ആയിരിക്കാം, അവിടെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാനൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ഒരു സൂപ്പർഫിഷ്യൽ ഡേറ്റാ സെറ്റായിട്ട് മാറാം. ദ റിസർച്ച് ഡു നോട്ട് ഇൻവോൾവ് ഇൻ്റർവ്യൂ ഓർ ഇൻ ഡെപ്ത് പെർസെപ്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ. സോ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് കംപ്ലീറ്റ് ഇൻസൈറ്റ് ഓഫ് ദ റിയൽ വേൾഡ്. സോ ഈ റിസർച്ചിലൂടെ കിട്ടുന്നത് ഇൻ്റർവ്യൂവിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിലൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഡെപ്തായിട്ട് നമ്മൾ കേസ് സ്റ്റഡി നടത്തിയുള്ള അതിനെക്കുറിച്ച് ഇൻഡെപ്ത് ഒരു പെർസെപ്ഷൻ ആ പ്രോബ്ലത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചോ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഒരു റിയൽ വേൾഡിലെ കറക്റ്റ് ഇൻസൈറ്റ് അവരുടെ ഉൾക്കാഴ്ച എന്താണെന്ന് കറക്റ്റ് ഇതിലൂടെ കിട്ടാറില്ല. The research might not yield natural and original responses of the individual. ഇനി നമ്മൾ ചെയ്യുന്ന ഇൻ്റർവ്യൂ അല്ലെങ്കിൽ റിസർച്ച് നടത്തുന്ന സമയത്ത് ആ ഒറിജിനൽ റെസ്പോൺസ് തന്നെ കിട്ടണമെന്നില്ല. സോ ഇത്രയുമാണ് ലിമിറ്റേഷൻസ് പറയുന്നത്.